നമ്മുടെ ഭാവമാണ്. അത് ചെയ്യരുത്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏത് മേഖലയിലായാലും ഒരു നാരായണ 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 നാരായണമഹം ഭജാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പഞ്ചമോധ്യായ. ശ്രീ ശുക ഉവാച. നവമോ ദക്ഷസാവന്യമനവരണ സംഭവാഭൂതശിരസ്തദാ ആയുഷ്മദോദ്ധാരായ നഷഭവകവൽകലാഭവിദായന സംഗ്രാധാതുലോകീ ഭോക്ഷരേദ്ഭുത ദശമോ ബ്രഹ്മസാവരണപശ്വസുതോമകാന്തർസദഭൂരിഷേണാദ്യഹവിഷ്മബ്രഹ്മഘാതിജാ കവിഷ്മാ സുഗതി സത്യോ ദൈവമോത്സുദാദ്വിജാ സുവാസന വിരുദ്ധാദ്യാ ദേവാ ശംഭുസുരേശ്വര വിശ്വസേനോ വിശുച്യാബ്ദ ശംഭോ സഖ്യംകരീശ്വരേ യാതസ്വാംശേന ഭഗവാൻ ഗൃഹേ വിശദജോർധ്വ മനോമയ ധർമ്മസാവരണ ഏകാദശമാത്മനാഗതാത്തൽ സുതാശാ സത്യധർമാദയോദശ മനുർവായുധസാവന ചതുർദശമേശ്വരി ഒരു ഗംഭീര ബുദ്ധിയാ തന്തും വിദായുധ രാജം ചതുർദശൈതാനികൃതികാലാനുഗതാനിതേ പ്രോക്തനിഭിമിതകൽപയുഗ സഹസ്രവിദ്യാശ്രീഹരമൈതി ശ്രീമദ്ഭാഗവതപുരാണ വാർത്തവംശം യഥായ മറ്റവസ്കന്ധമനന്താരമെന്നാമ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഓം നമോ ഭഗവതേ സർവസ്മീരുവാച മനോമനുദ്രാശ മനേശാമഹീപദേ ഇന്ദ്രാസുരഗണാശൈവ സർവേ പ്രജാതനഃ യജ്ഞാദയോ യാം കർത്തികാ പൗരുഷതനമോദ്രപാമനോദ്യോ ജഗത് യാത്രമയദ്യാഭിപ്രചോദിനഃ ചതുർയുഗാന്തികാലേന ഗസ്താ ശ്രുതിഗണാനി ദാതപസാ ഋഷിയോ പശ്യന്യുതോ യതോ ധർമ്മസനാതന തതോ ധർമ്മചതുഷ്പാദമനോഹരണാദി ധരണോദിനാഃ യുക്താ സഞ്ചാരേൻ യദ്ധാശ്രീയസ്യ കാലമേന്ദ്രഭാ പാലയന്തി പ്രജാപാലയാവതന്നി വിഭാഗശ യജ്ഞഭാഗഭജോ ദേവ ഏച തത്ര അന്യുതാശ്രയേ ഇന്ദ്രോ ഭഗവതാദത്തം ത്രൈലോക്യ ശ്രീയമൂർത്തിദാ ഭുജാപാദിലോകാം സ്ത്രീകാം ലോകേ പ്രമനുഷ്യതേ ജ്ഞാനം ജാനയുഗം ബ്രൂദേ ഹരിസിദ്ധസ്വരൂപദ്രകർമ്മയോഗം യോഗേശ്വരൂപദ്രക സർഗപ്രജ്ഞസ്വരൂപേണ തസ്യുഹന്യസ്വരാണ്ടുഭവോ കാലരൂപേണ സർവേഷാം അഭാമാതൃഗുണ സൂയമാനജനഭിമായ നാമരൂപയാ വിമോഹിതാത്മജ്ഞാനദർശനം ന ച ദൃശ്യതേ ഏതൽ കൽപ്പവികൽപസ്യ പ്രമാണം പരികൃത എത്ര മന്വന്തരാണക ചതുർദശവിരാവിധ ശ്രീഹരേണമേതി ശ്രീമദ്ഭാഗവത മഹാപുരാണ വാർത്തവംശം വിധായ മറ്റോസ്കന്ധേ ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ദേവാസുര മഹായുദ്ധത്തിന്റെ ഒടുവിൽ അമൃത വീഴ്ചതായ ദേവന്മാർ അസുരന്മാരെ ഒക്കെ വധിക്കണമെന്നും മഹാബലി തുടങ്ങി സകല അസുരന്മാരുടെ നാശമുണ്ടാകണമെന്നും ഒടുവിൽ ഭഗവാൻ എത്രാമുദമുപാദായ മാർഗാവാദിമാരുത ഹേമജാലാക്ഷരഗന്ധുമേനാഗന്ധുന പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗീയാസുരപ്രിയ മുക്താപിതാനേർമണ്യഹേമകേതുഭിന്നാനാപതാകാവളഭിഭിരാമൃത ശിഖണ്ഡിപാരാവതഭൃഗനാദിത വൈമാനിക സ്ത്രീ കളഗീത മംഗള മൃദംഗശംഖാനകതുല്ലിപന്നദ്യമോ ഭുഗാഭരണ പൂർവൈണ അവിഷക്ഷ്യാമിമം മന്യകേനാസിതേജസോർജിത നൈനം കച്ചകൃതോവാംബി പ്രതിഭ്യോഢപതി ശാലം പ്രതിച്ഛന്നോ യത ശത്രുവിവിദ്യ ദേശാമി പ്രബലോദർക്ക സമ്പർത്തി ഊർജ്ജ വിക്രമ ദേശാമേവാപമാനയ സാരബന്ധോ വിനക്ഷതി ഏവ സമുദ്രദാർത്ഥ ഇത്വാദൃഷ്ടം ജഗമികരമാണ് കാമരൂപിണ ദേവേശ്വര ഭൂഭുജേത ശ്രീമസ്രുദ്ധ കശ്യപൻ അതിഥിയുടെ ഗൃഹത്തിലേക്ക് വരുമ്പോഴേക്കും ദുഃഖിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രസാദമായി സ്വീകരിച്ച് ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതായ ദ്വാദശാക്ഷരി മന്ത്രത്തെ അഷ്ടോത്തരശതം എന്ന ഭാവത്തിൽ ജപിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ളതായ പയോവ്രതം അതിഥി വേണ്ടതുപോലെ ആ വ്രതത്തെ അനുഷ്ഠിക്കുന്ന രംഗമാണ് അടുത്ത അധ്യായം.
ഓം നമോ ഭഗവതേ വാസുദേവായ അഥ ഷോഡശോധ്യായ. ശ്രീശുക ഉവാച ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാദാദിസ്തദാ ഹൃദേ ദൃഷ്ടമേ ദത്തൈതി പരിതപ്യതനാഥവൽ ഏകദാ കശ്യപദനാക്യുദാസനപരിഗ്രഹ സഭാചിരേതാനൈദാഹ ഗുരുദ്വഹ അപ്യഭദ്രനൈ പ്രാണഭദ്രേ ലോകേഭിനാഗത ധർമ്മസ്യാത്മലോകസ്യ മൃത്യുസന്താനവർത്തിന അഭിവാംശനം ഇന്ദ്രഗൃഹേഷു ഗൃഹമേധിനെ ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ ത്രയോർഗോക്ഷ്യയോഗ്യ ആഭിവാദിധിനോഭ്യേസുടപ്പാസതി രാജഗൃഹോപമാപ്യഗമ്യസ്തുവേലായ സകുന്നകുദാസകവിശാസതേ സയോദ്വിഗ്രധിയാഭദ്രേ പ്രോഷിതേ മൈകരികിചൽ പൂജിയാകാമതുകായാതി ലോകഘാനിത ബ്രാഹ്മണോക്നിശ്ച വൈ വിഷ്ണോ സർവദേവാത്മനോമുഖം അഭിസർവേ കുശലിനസ്തവപുത്രാമനസ്വിനി ലക്ഷ്യേ സ്വസ്ഥമാത്മാന ഭവത്യ ലക്ഷണൈഡഃ അതിതിരുവാച ഭദ്രം ദ്വിജഗവാം ബ്രഹ്മൺ ധർമ്മസ്യാസ്യ ജനസ്യ ജാതിവർഗസ്യ രക്ഷതഘമേദ്ഘായിമേ അഗ്നയോധിയോ ഭൃത്യാഭിക്ഷമോ യജ്ഞപ്സവാസവും ഭഗവതോ ബ്രഹ്മണനിധ്യാനേശ്വരി ആശാപ്രണയ സംവാഗത ഭക്തവത്സോദ സർവേഷു ജനാമൃണീഷുജ വിഷ്ണുസ്ത്രപ്രീണനം വിദ്വാൻ ഭുജീദാസകവന്ദിധേ നൃത്യവാദിത്രഗീതശ്ച സദവിസുക്തിവാചകൈഃ കാലേത്രകഥാപിച്ചംബുജം ഭഗവതഃ ഏതപ്പയോവദം നാമ പുരുഷാരാധനപരം പിതാമഹേനാഭിഹിതമയാദി സമുദ്രാഹൃതം ത്വം ചാനേ മഹാഭാഗ്യ സമച്ചിത്തഃ കേശവ ആത്മനാ ശുദ്ധഭാവേന നേതൃഭാവനാപരമം ച സംഹിതായ അഷ്ടമസ്കന്ധേ അതിഥിവയോവദം നാമ ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതിഥിയുടെ വ്രതസമാപനമാകുമ്പോഴേക്കും ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതും ഭഗവാനെ വേണ്ടതുപോലെ അതിഥി മാതാവ് സ്തുതിക്കുന്നതും അമ്മയുടെ ആഗ്രഹത്തെ മനസ്സിലാക്കി അമ്മയുടെ കുട്ടിയായിട്ട് വരാം എന്ന ഭാവത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നതും അതിഥി ഗർഭത്തിലേക്ക് പ്രവേശിച്ച ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാരെ വന്ന് സ്തുതിക്കുന്നതായ അനുഭവമാണ് അടുത്തതിന്റെ. ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാനാദിപൂരുഷ പീതവാസാ ശതുർബാഹോ ശംഖചക്രഗദാധര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തന്നേ പ്രയോജനം വിക്ഷ സരസോത്ഥാനസാദരം നനാം ഭുവികായേന ദണ്ഡവൽപ്രീവികുലവിദാദിഷ്ടമധ്യനഗരോധമ വിജയ നാമസാ പ്രോക്തയസ്യാം ജന്മവിദുർഗരയ ശങ്കരുദ്ഭയോ നദുപദണ്ഡമണവാനഗഃ ചിത്രമാദിത്രദൂര്യാണന്തരികോഷസ്തുമരോ ഭവൽ വേദാശാപ്സരസോദത്തിംഗർഭപ്രകാശകതുഷ്ടമുനയോ ദേവ മനവ പിതരോഗ്നയ സിദ്ധ. മാനസികമായ നിയന്ത്രണമാണ് ശമം. ശമം ഉള്ളവരാണ് വാസ്തവത്തിൽ ശാന്തൻ എന്ന് പറയുന്നത്. ദമം എന്ന വാക്കിന്റെ അർത്ഥം ശാരീരികമായ നിയന്ത്രണം. ദമം ഉള്ളവൻ ദാന്തൻ. ദാന്തൻ, ആചാരൻ, ദാസവൻ, നീതോ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ശാരീരികമായിട്ടുള്ള അച്ചടക്കം, ശരീരത്തിലൊരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ചിലർക്ക് ഈ ശരീരത്തിൽ ഒരു നിയന്ത്രണമില്ല, കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കും, കാലുകൊണ്ട് എപ്പോഴും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കും. എന്ത് വേണം ചിന്തിക്കും. എന്തുകൊണ്ടാണ് അഹിംസ ഉണ്ടാവേണ്ടത്? അഹിംസ ഉണ്ടാവണമെങ്കിൽ മനസ്സിൽ എന്ത് വേണം? സ്നേഹം വേണം, നന്മ വേണം, സ്നേഹം വേണം. അതായത് ഒരാൾ ഹിംസ ചെയ്യാതിരിക്കുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഞാൻ പറയാം, ഒരാൾ അഹിംസാവാദിയാണ്. എങ്ങനെ മനസ്സിലാവും? തൊട്ട് നോക്കിയാൽ മനസ്സിലാവുമോ? നോക്കിയെങ്കിൽ എന്താ കുറേ നേരം നോക്കിയാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവും? അതാണ്, അയാളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, നല്ല വാക്ക് പറയുന്നുണ്ടെങ്കിൽ, നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ അഹിംസാവാദിയാണ്. സ്നേഹമുണ്ടെങ്കിൽ അതാണ് അഹിംസ. സ്നേഹമില്ലാത്തവരല്ലേ ഹിംസിക്കുന്നത്? മനസ്സിലായില്ല. ഹിംസിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹമില്ലാതിരിക്കണം. എനിക്ക് നിങ്ങളോട് സ്നേഹം കണ്ടിട്ട് ഒരു താല്പര്യം, ഒരു സന്തോഷം തോന്നും. അതാണ് വാസ്തവത്തിൽ. അപ്പൊ പറഞ്ഞു വരുന്നത്, എന്നോട് നിങ്ങൾക്കുള്ളത് സ്നേഹമാണോ കാമമാണോ തിരിച്ചറിയാൻ എനിക്ക് കഴിവുണ്ടായിരിക്കണം. സ്നേഹമാണെങ്കിൽ നല്ലതാ, അതൊരു ദോഷമില്ല. കാമമാണെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള വിദ്യയായിരിക്കും എന്ന് കരുതിയിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് അഹിംസ സമം സ്നേഹം. സ്നേഹിക്കാൻ ഒരു ചെലവില്ല, നല്ലത് വരേണമെന്നുള്ള ചിന്ത മാത്രമാണ് സ്നേഹം. ഇനി അടുത്തത് ബ്രഹ്മചര്യം. പറഞ്ഞു വരുന്നത്, സനാതന ധർമ്മ വിശ്വാസിയാണോ എങ്കിൽ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ടുന്ന 30 ലക്ഷണങ്ങളാണ്. അതിനടുത്തത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എല്ലാവരും പാലിക്കണം. എല്ലാവരും ബ്രഹ്മചര്യം എങ്ങനെ പാലിക്കും? കല്യാണം കഴിച്ചു പോയില്ലേ? കാരണം കല്യാണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം എന്നാ പലരുടെ വിചാരം. അങ്ങനെയല്ല. ബ്രഹ്മചര്യം എന്നുള്ള വാക്ക് പല തരത്തിൽ പല അർത്ഥത്തിലാണ് വിനിയോഗിക്കുക. ബ്രഹ്മചര്യം എന്നുള്ള വാക്കിന്റെ ഒരർത്ഥം അറിവിന് വേണ്ടിയുള്ള പരിശ്രമം. നമ്മളിവിടെ പറഞ്ഞു 100 വർഷമാണ് മനുഷ്യന്റെ പരമാവധി ആയുസ്. അതിനെ 4ആക്കി തിരിച്ചിട്ടുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അവിടെ എന്താ അർത്ഥം? നമ്മുടെ യോഗ്യത. ഇങ്ങനെ എത്ര പേരുടെ സഹായം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനേകം പേരുടെ ത്യാഗം കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ത്യാഗം ചെയ്യാൻ കഴിയുക?
ചിന്തിക്കൂ. അതാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് വെക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശയം. ത്യാഗേ ലയിക്കേ അമൃതത്വമാനശു, പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ്. ത്യാഗം കൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ത്യാഗം, സന്തോഷമായിട്ട് ചിലതൊക്കെ ഉപേക്ഷിക്കണം. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ വെറുതെ ആവശ്യമായിട്ട് വലിച്ചെറിയുന്നതല്ല ത്യാഗം, സന്തോഷമായിട്ട് കൊടുക്കണം. പക്ഷെ ഇത് പറയാൻ നല്ലാണ്ട് മനുഷ്യരുണ്ടോ കൊടുക്കുന്നു, ആവശ്യമില്ല നശിപ്പിച്ചാൽ പോലും കൊടുക്കില്ല എന്നുള്ള വിചാരമാണ് ചിലർക്ക്. പണ്ടൊരാൾ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ പോവുക, ചൂട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചൂട്ട് കത്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ ഇനി പോന്നോട്ടെ ആ ചൂട്ടിന്റെ വെളിച്ചത്തിൽ. ഇയാൾ എന്തെന്ന് അറിയില്ല, ഇയാൾ ചൂട്ട് കൂത്തി കേൾത്തിക്കാണ്. എന്റെ ചൂട്ടിന്റെ വെളിച്ചത്തിൽ വരണ്ട, എന്താ ചെയ്യ ഇയാളോട് അല്ല ചോദിക്കും. എന്തെങ്കിലും ചിലവുണ്ടോ അയാൾ കൂടെ ചൂട്ടിങ്ങനെ അറിയില്ല. ചൂട്ട് പണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചൂട്ട് അറിയില്ല. പണ്ടിങ്ങനെ ചൂട്ട് വീശിയിട്ട് പോയില്ലേ. അപ്പൊ ആ വീശുന്ന വീശില്ലേ അയാൾക്ക് വിളിച്ച് കിട്ടും, അങ്ങോട്ട് വല്ല ദോഷമുണ്ടോ, എന്തെങ്കിലും ചിലവുണ്ടോ, ഇയാൾക്ക് വെളിച്ചം കുറഞ്ഞു പോകും, ഒന്നുമില്ല. എന്നാൽ പോലും എന്റെ ചൂട്ടിന്റെ വെളിച്ചത്തിൽ വരണ്ടെന്ന് വിചാരിച്ചപ്പോ എന്താ ചെയ്യാ, ചൂട്ട്. ഇങ്ങനെയുള്ള മഹാഭാവിക ലോകത്തുണ്ടേ. അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണം. ദിവസവും ആർക്കെങ്കിലും ഏതെങ്കിലും ജീവിക്കെങ്കിലും എന്തെങ്കിലും നല്ലത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. സമയം കണ്ടെത്താം. അടുത്തത് സ്വാധ്യായം. ഇനി പറയാൻ പോകുന്ന ഒരു 5 മിനിറ്റ് ഹൃദയം കൊണ്ട് കേൾക്കണം, ചെവി കൊണ്ടല്ല. അത്ര ശ്രദ്ധയോടുകൂടി കേൾക്കാം. ചിദാനന്ദ സ്വാമിജി എന്ന് കേട്ടില്ലേ? അദ്ദേഹത്തോട് ഒരു വീട്ടമ്മ ഒരിക്കൽ പോയി ചോദിക്കുകയാണ്, സ്വാമിജി രാമായണം വായിക്കാൻ പാടുണ്ടോ? ഓ വായിക്കാം. എപ്പോൾ വായിക്കണം? നല്ല വെളിച്ചമുള്ളപ്പോൾ വായിക്കണം. ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഇത്രയും വായിക്കുന്നത്. എങ്കിൽ 18 അധ്യായങ്ങൾ മാത്രം വായിക്കാൻ ഏതാണ്ട് 1.5-2 മണിക്കൂർ മതി. അത്രയും സമയം കൊണ്ട് വായിക്കാം. അത്രയും സമയം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു കൃതി എന്തുകൊണ്ട് ഇതുവരെ വായിച്ചില്ല? സംസ്കൃതമാണ്, വായിച്ചാൽ മനസ്സിലാവില്ലെന്നും വിചാരിക്കരുത്. തീർച്ചയായിട്ടും മനസ്സിലാവും, വായിക്കണം. അർത്ഥമുള്ള പുസ്തകം കിട്ടും, ഒരു തവണ വായിച്ചിരിക്കണം. അതുകൊണ്ട് ഭഗവത്ഗീത ജ്ഞാനപ്പാന മുഴുവൻ വായിച്ചവരെ കൈ പൊക്കണമെന്നേ പറയുന്നില്ല. ജ്ഞാനപ്പാന, ഹരിനാമ കീർത്തനം,